കറക്റ്റ് 7 മണിയായപ്പോൾ എന്നിട്ട് ഡയറക്ടറിനോട് പറഞ്ഞു, സിൻപ്രസാദ് രാവിലെ 7 മണിക്ക് വണ്ടി വരും, റെഡി ആയിരുന്നോണം, ഇയാളെ ആരും ഒന്നും ചെയ്യത്തില്ല, ഒരു പുല്ലും ചെയ്യത്തില്ല, താങ്കളെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു, ധൈര്യമായിട്ട് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെയാണ് ഇയാൾ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. ഇയാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ കറക്റ്റ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് മറ്റോള് വന്നു കഥകിന് കൂട്ടി. ഞാൻ ഇയാൾ എവിടെ ആയിരുന്നേ? അവിടെ ഞാൻ അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയിടേ, പിന്നെ ഇയാളെ ശല്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ അവിടെ പ്രൊഡ്യൂസർ റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയത്ര. ഞാൻ പറഞ്ഞാൽ ശരി, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ആദ്യം ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾ ഇറങ്ങി വന്നു. എനിക്കാണെങ്കിൽ തലേദിവസം ഒന്നും കഴിച്ചുമില്ല, ഞാൻ കഴിച്ചില്ല. എനിക്കൊരു ചായ അത്യാവശ്യം കഴിക്കാൻ പറ്റില്ല. എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാണ്, അതുമില്ല. അങ്ങനെ ഇരുന്നൊരു 7:30 വണ്ടി വന്നെന്ന് ലാൻഡ് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ബാഗെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പം എന്നെ വിളിക്കാനൊരാൾ നമ്മുടെ റൂമിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, സിനിപ്രസാദ് ഇപ്പോൾ വരണ്ട, മറ്റേ കൂടെയുള്ള അവൾക്ക് വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, ഇപ്പം സാധാരണ അങ്ങനെയാണല്ലോ ഫസ്റ്റ് കൊണ്ട്. അങ്ങനെ 10 മണിയായി 11 മണിയായി, ചായയില്ല, ആഹാരമില്ല, ഒന്നുമില്ല. ഞാൻ അവരെ വിളിയാ, നിങ്ങൾ എവിടെ എനിക്ക് ആഹാരം കിട്ടുന്നത്, എന്നെ നിങ്ങൾ സെറ്റിൽ കൊണ്ടുപോകും, അല്ലെ എനിക്ക് ഫുഡെങ്കിലും കൊണ്ടുവെത്താം, അതിപ്പോൾ കൊണ്ടുവരാം. സിനിമ ഇപ്പം വിളിക്കും. അങ്ങനെ 12-1 മണിയായി, ഉച്ചയാവുക. അങ്ങനെ ഇരുന്നപ്പോൾ കുളപ്പള്ളിയിലെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ചേച്ചീനെ ഞാൻ വിളിച്ചു, ചേച്ചി ഇന്നുപോലെ അവിടെ വർക്ക് നടക്കുന്നു. ഉണ്ടല്ലോ, എന്താ നിന്നെ വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ ഇതുവരെ വിളിച്ചില്ല, ഇപ്പോൾ വരും, വണ്ടി വരുന്നുണ്ട്, ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ അതിൻ്റെ കൺട്രോളറെ വിളിച്ച് നല്ലതങ്ങ് കൊടുത്തു. വെള്ളവുമില്ല, ആഹാരവുമില്ല, റൂമിലെ അവസ്ഥ ഇങ്ങനെ, എന്തുവാണ് നിങ്ങൾ കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ സോറി സിനിക്ക് ഇന്ന് വർക്കില്ലെന്ന്. ഞാൻ ചോദിച്ചു, അത് ശരി, അതിപ്പോഴാണോ പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നില്ലെന്നോ അതോ എനിക്ക് ഇനി വർക്കേ ഇല്ലെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അതങ്ങനെ പറയാൻ പറഞ്ഞു. ഇന്നും കൂടെ ഷൂട്ടുണ്ട്, അന്നും കൂടെ ഷൂട്ടുണ്ട്, പാക്കപ്പ് ആകുക, എനിക്ക് വർക്കില്ല. ഞാൻ ചോദിച്ചു, അതെന്താ കാര്യം? അത് ഡയറക്ടർ പറഞ്ഞു, സിനിപ്രസാദിൻ്റെ ആ സീൻ ഇനി എടുക്കണ്ട, അത് കട്ട് ചെയ്ത് കളഞ്ഞു. എന്താ കാര്യം എന്ന് ഞാൻ ചോദിച്ചു. മനസ്സിലായി, കാര്യം എനിക്ക് പിടികിട്ടി എന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ അവൻ അവിടെ വന്നില്ല റൂമില്. അപ്പൊ നമ്മൾ ആ രീതിയിലൊന്നും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡയറക്ടർ ഉണ്ടല്ലോ, നിങ്ങളുടെ ഡയറക്ടർ ഇന്നലെ അവിടെ വന്നിരുന്നു, റൂമിൽ വന്നിരുന്നു, കുറച്ച് ഞങ്ങൾ തമ്മിൽ ഉടക്കിയാ പോയിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും എനിക്കിന്റെ വേഷമില്ലാത്ത. എനിക്ക് പേര് ഓർമ്മയില്ല, രണ്ടുപേരെ അറിയത്തില്ല. അപ്പൊ ഞാനൊരു കാര്യം ക്യാമറ നോക്കി തന്നെ പറയുന്നത്, പള്ളിക്കൂടം സിനിമയുടെ അല്ലെങ്കിൽ ചെറിയൊരു സിനിമയുടെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആ ഉണ്ടക്കനായിട്ടുള്ള പ്രൊഡ്യൂസറും പിന്നെ ആ കിടക്കാൻ വന്ന ആ ഡയറക്ടറിനോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെ വേറെ രീതിയിൽ ചിത്രീകരിച്ച് കൊണ്ടുവരുന്നത്. ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ്, ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരോട് ഇമാതിരി പോക്കൃത്തരം കാണിക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ. ഈ ഇന്റർവ്യൂവിൽ എനിക്ക് പോക്കൃത്തരം എന്ന് പറയാൻ വന്നതിൽ ക്ഷമിക്കുക ചേച്ചി, എനിക്ക് കേട്ടപ്പോൾ വിഷമം. എനിക്ക് നിങ്ങളൊന്ന് ചിന്തിക്കണം, ഈ പള്ളിക്കൂടം എന്നുള്ളത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കും, യൂട്യൂബിൽ കയറി നോക്കും. അവന്മാർ എവരായാലും തീർച്ചയായിട്ടും അവർക്കെതിരെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ വിഷമം ഉണ്ടായില്ലേ? നമുക്ക് ഒരു പെങ്ങളോ വൈഫോ അല്ലെ ആരെങ്കിലും പോവാ ഇങ്ങനെ അവസ്ഥയുള്ള നിങ്ങളുടെ വിചാരം അങ്ങനെയാണ് ഞാൻ കരഞ്ഞത്. എനിക്ക് വർക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് ഈ ഫീൽഡ് വേണ്ടാന്ന് പറഞ്ഞ് വെറുത്തിട്ടുണ്ട് സത്യത്തിൽ. പിന്നെ അതൊക്കെ മാറി വന്ന് പിന്നെ അങ്ങനെ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയില് പലരും ആവശ്യമില്ലാത്ത പേരിൽ എടുത്ത് വരേണ്ടി വന്നത്. പേര് ചൂഷണം ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ ചേച്ചി? ഇല്ലില്ല, ചെയ്യുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഒരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, ഒരു പെണ്ണുണ്ട്. അത് ചേച്ചിക്ക് മനസ്സിലാക്കണം ആരാന്നുള്ളത്. പക്ഷെ അവരുടെ വാക്കുകളൊക്കെ ആൾക്കാർ തള്ളിക്കളഞ്ഞു, വാക്കിൽ എടുത്തിട്ടില്ല. അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അടി കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അടി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അടി ഞാൻ ആൾക്ക്, പക്ഷെ ഇവൻ അടി കൊടുക്കേണ്ടതായിരുന്നു, അന്ന് അടി കൊടുക്കണ്ടത്. പക്ഷെ എനിക്ക് അന്നേരം അടിക്കാനൊന്നും അല്ല തോന്നി, എനിക്ക് കരയാൻ തോന്നി. ഞാൻ ലൊക്കേഷനിൽ പോയി, ഞാൻ അവിടുന്ന് വണ്ടി വിടാൻ പറഞ്ഞു. ഞാൻ ലൊക്കേഷനിൽ എന്റെ പൈസ തരണമെന്ന് പറഞ്ഞു. പൈസ എന്നാ അതെങ്ങനെ ഇന്ന് വർക്കില്ലല്ലോ, പിന്നെ ഞങ്ങളുടെ പൈസ. ഞാൻ പറഞ്ഞു വർക്കില്ലാത്ത എന്റെ കുഴപ്പമല്ലല്ലോ, നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് വർക്കില്ലാത്ത നിങ്ങളല്ലേ വർക്കില്ലാതാക്കിയത്, എനിക്ക് പൈസ തരാൻ എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്റെ ഇന്നത്തെ പേയ്മെന്റ് എനിക്ക് കിട്ടണമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. പേയ്മെന്റ് പകുതി പൈസയും തന്നു, വണ്ടിക്കൂലിയും തന്നു. ഞാൻ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അവരുടെ വണ്ടിയെ പോലല്ലോ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. പക്ഷേ അന്ന് ചെങ്ങന്നൂരാ താമസിക്കുന്നത്. പേര് പറഞ്ഞ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണമായിരുന്നു. ഇനി ഡയറക്ടറും പ്രൊഡ്യൂസറും കണ്ടാൽ മനസ്സിലാവും ചേച്ചിക്ക് അവിടെ വെച്ച്? എനിക്ക് അങ്ങനെ ഓർമ്മയേ ഇല്ല. ശരി, ഈ ഇതിന്റെ അടിയിൽ മെസ്സേജ് ഇടാൻ വരുന്ന പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മെസ്സേജ് ഇടാൻ വരുന്നത് പറയാണ്, നമുക്കും വീട്ടിൽ എല്ലാവർക്കും അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്, ജീവിക്കാൻ വേണ്ടിയാണ് അവർ മുഖത്ത് ചായം പൂശുന്നത്. ഒരിക്കലും ഒരാളെ കൂടെ പോയി പച്ചയ്ക്ക് പറഞ്ഞാൽ കിടക്കാൻ വേണ്ടിയിട്ടല്ല അവരൊക്കെ ചായം പൂശുന്നത്.
ഇനിയെങ്കിലും അങ്ങനെ കാണാതിരിക്കുക, അങ്ങനെ കണ്ണിൽ കാണാതിരിക്കുക. അത്ര മാത്രമേ ചേച്ചി പറയാം. അതെ, സത്യമാണ്. തീർച്ചയായിട്ടും ചേച്ചിയുടെ ഇത്രയും തുറന്നു പറച്ചിന് വളരെ സന്തോഷമുണ്ട്. ചേച്ചിക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമ സീരിയൽ ആർട്ടിസ്റ്റുകൾ, നാടക ആർട്ടിസ്റ്റുകൾ, ഇവരൊന്നും മോശപ്പെട്ട ആൾക്കാരൊന്നും അല്ല. ഇവരൊക്കെ നല്ല ആൾക്കാർ. സത്യം പറഞ്ഞാൽ അവരൊക്കെ കുടുംബം പോറ്റാൻ വേണ്ടി, അവരുടെ കുടുംബത്ത് അരി മേടിക്കാനോ അല്ലെ അമ്മയെ നോക്കാനോ അച്ഛനെ നോക്കാനോ, അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ കലയെ മാത്രം സ്നേഹിക്കാനല്ല, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവാണ്. ആ കഴിവിലൂടെ അവരുടെ കുടുംബം പോറ്റുന്നവരാണ്. എന്നുവെച്ചാൽ അവരെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. സീരിയൽ നടി അങ്ങോട്ട് പോയി അല്ലെ നാടക നടി അങ്ങോട്ട്, അവരെ പുച്ഛത്തോടെ നിങ്ങൾ ആരും നോക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പുച്ഛത്തോടെ നോക്കരുത്. സമൂഹം പറയുന്നത്, പക്ഷെ ഒരിക്കലല്ല. അവിടെ ഗതികേട് കൊണ്ടോ അവിടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവള് പോകുന്നത്. അല്ല, അവള് ഒരിക്കലും നശിക്കാൻ വേണ്ടിയല്ല. അവൾക്ക് ജീവിക്കാൻ വേറെ വഴി. ഇവിടെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, വേറെ ഏതെല്ലാം വഴിയെ പോയി പൈസ ഉണ്ടാക്കാം. പക്ഷെ അതിനൊന്നും താല്പര്യമില്ല. പോയിക്കൂടെ, രഹസ്യം ഇതാരെങ്കിലും അറിയുന്നു, പൈസ ഉണ്ടാക്കരുത്. പക്ഷെ അതിന് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഓടിപ്പോയി പൈസ ഉണ്ടാക്കാൻ വേണ്ടി രാത്രി ഏത് പാതിരാത്രിക്ക് ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്ക് ഊരിപ്പെടി എല്ലാവരും എന്നോട് എനിക്ക് ഇത്രയും 2 മണി 3 മണിക്കൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? പക്ഷെ ധൈര്യം വേണം. ധൈര്യം നമ്മൾ പേടിക്കണം. ആരെ സമൂഹത്തെ പേടിക്കണം? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാന്ന് നമുക്ക് തോന്നിയാൽ നമുക്കൊരു സമൂഹത്തെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കങ്ങനെ ആരും പേടിയില്ല. അമ്മച്ചാണ് സത്യം. ഞാൻ എവിടെ വേണേലും ഇന്നിപ്പോ രാത്രി 1 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഞാൻ പോകും. എനിക്ക് ആരും പേടിയില്ല. എനിക്ക് ഇന്ന് വരെ യാത്രയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ട്രെയിനിലായാലും ബസ്സിലായാലും ഈ കോയമ്പത്തൂർ അവിടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഓടിപ്പോവായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല കൂടെ വരാൻ. ഒരാളെയും കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നോക്കാൻ നടക്കണം. നമ്മൾ അവരെ നടക്കണം. ഒരിക്കലും ഞാനൊരു ലേഡിയും കൊണ്ട് സിനിമയ്ക്ക് പോയി, കമൽ സാറിന്റെ ഒരു പടത്തിന് കറുത്ത പക്ഷികൾ ചെയ്യുന്ന സമയത്ത് പോയ അവസാനം എവളെ ഞാൻ നോക്കേണ്ടി വന്നു. ഇവൾ വോമിറ്റ് ചെയ്യും, അവൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സെറ്റിനകത്തോട് ഓടി നടക്കുന്നു, പല വിഷയങ്ങളാ. അവസാനം ഞാൻ പറഞ്ഞു, നീ എന്നെ നോക്കാൻ വന്നാണോ? ഇപ്പൊ എനിക്ക് നിന്നെ നോക്കേണ്ടി വന്നു. അതുകൊണ്ട് അന്ന് ഞാൻ നിർത്തി ആ പരിപാടി. ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് പിന്നല്ല, എനിക്ക് എന്നെ നോക്കിയാ പോരെ? ഈ കൊണ്ടു നടക്കുന്നവരെ നോക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ തന്നെ പെട്ടിയെടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനകത്ത് ഓടിപ്പോന്നു. ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ എനിക്കില്ലായിരുന്നു. ഞാൻ തന്നെയാ പോകുന്നതും വരുന്നതും. 2 മണി 3 മണിക്കൊക്കെ ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കുത്തിയിരുന്നിട്ടുണ്ട്. എനിക്ക് പക്ഷെ അങ്ങനെ ഒന്നും ഒരു അനുഭവങ്ങൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ആ രീതിയിൽ അവിടെ ഇരിക്കുന്നേ, നമ്മളാരും അങ്ങനെ വരത്തില്ല. നമ്മളാരും ഒരു പവറോടെ അടുക്കത്തുമില്ല. കാര്യം വെച്ച് ഇങ്ങനെ നമ്മളൊന്ന് നോക്കി കഴിയുമ്പോൾ അവനങ്ങ് പൊക്കോളൂ. അതിന്റെ അങ്ങനെ ധൈര്യം, നമ്മുടെ ധൈര്യം വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ. സ്ത്രീകൾക്ക് ധൈര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകാൻ പറ്റും. ഒറ്റയ്ക്ക് പോയാൽ ആരെന്നെ പിടിക്കും? ഒരാളും പിടിക്കത്തില്ല. നമുക്കൊരു പവർ വേണം. അങ്ങനെ ജീവിക്കുന്ന ആളാണ്. ഈ പറഞ്ഞ ഈ 2 അലവലാദികൾ കാരണമാണ് ആ അലവലാദികള് ആണുങ്ങളും പഴി കേൾക്കുന്നത്. സീരിയസ്ലി ആ അലവലാതി ഉണ്ടല്ലോ, അവന് ആ ഉണ്ടാക്കാന്നുള്ളവനെ എങ്ങനെ കാണാം. പിന്നെ എനിക്ക് കണ്ടിട്ടുമില്ല, ഞാൻ പിന്നെ അതേപ്പറ്റി ഫോളോ ചെയ്തിട്ടുമില്ല. പക്ഷെ എനിക്ക് അവനോട് എനിക്ക് ഇപ്പോഴും വൈരാഗ്യമുണ്ട്. കാരണം അവൻ ആ ഉണ്ടക്കണ്ണ റൂമിൽ വന്നിട്ട് എന്നോടൊന്ന് സംസാരിച്ചിട്ട് അവസാനം അവളെയും പിടിച്ചോണ്ട് പോയിരിക്കുന്നു. മറ്റേന്ന് സൗകര്യം ഒപ്പിച്ചു കൊടുത്തു. അവൻ ഇവളെയും കൊണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഇവിടെ വന്ന് കിടക്കാന്ന് വിചാരിച്ചു. അവനെ ഈ ഇന്റർവ്യൂ കാണുവാണ്, അവര് എവിടെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ. കാരണം അന്ന് ഞാനുമായിട്ട് ഉടക്കിപ്പോയത് അപ്പൊ അവനെ ചിന്തിക്കും. ഇതിന്റെ പേരിൽ ചേച്ചി കുറെ കോൾ വരുമായിരിക്കും. 10-15 വർഷമായിട്ട് ഇത് സിനി ഓർത്ത് വെച്ചിരുന്നല്ലോ എന്ന്. എന്റെ ജീവിതത്തിൽ ചില ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ ജീവിതത്തിൽ ഞാൻ മറക്കത്തേ ഇല്ല.